പണ്ടു പണ്ട് ഒരു കാട്ടിൽ ഒരു കുറുമ്പൻ കുറുക്കച്ചാരുണ്ടായിരുന്നു. ദിവസവും അവൻ ആഹാരം തേടി അവൻ്റെ മാളത്തിൽ നിന്നും ഇറങ്ങും. ഒരു ദിവസം പതിവ് പോലെ കുറുക്കച്ചൻ തൻ്റെ മാളത്തിൽ നിന്നും ആഹാരവും തേടി പുറത്തിറങ്ങി. അന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. കുറുക്കച്ചൻ ഒരുപാട് അലഞ്ഞിട്ടും അവന് ഭക്ഷണമൊന്നും കിട്ടിയില്ല. അവൻ വിശപ്പും ദാഹവും കാരണം അവശനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഒരു മരത്തിൽ നിറയെ മുന്തിരിവള്ളികൾ പടർന്നു കിടക്കുന്നത് കണ്ടത്. ആ മുന്തിരിവള്ളികൾ നിറയെ നല്ല പഴുത്ത മുന്തിരിക്കുലകളും. ഇത് കണ്ട നമ്മുടെ കുറുക്കച്ചന് കൊതി സഹിക്കാനായില്ല. ഉടനെ തന്നെ ഒന്ന് ആഞ്ഞു ചാടി മുന്തിരിക്കുല പറിക്കാൻ ശ്രമം നടത്തി. പക്ഷെ രക്ഷയില്ല. മുന്തിരിക്കുലകൾ നല്ല ഉയരത്തിലായിരുന്നു. നല്ല വിശപ്പും ദാഹവും കാരണം കുറുക്കച്ചൻ പിന്മാറാനും തയ്യാറായില്ല. അവൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ മുന്തിരികൾ കൈക്കലാക്കണം. നല്ല മുന്തിരികൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്നു. അവൻ ഓടിക്കൊണ്ടുവന്ന് ഒന്നുകൂടി ചാടി നോക്കി. അപ്പോഴും അവനത് കിട്ടിയില്ല. പക്ഷേ നമ്മുടെ കുറുക്കച്ചൻ വിട്ടുകൊടുത്തില്ല. പലതവണ ആവർത്തിച്ചു നോക്കി. എന്നിട്ടും അവന് മുന്തിരികൾ കിട്ടിയില്ല. അവൻ വിശപ്പും ദാഹവും കാരണം അവശനായി ആ മുന്തിരിവള്ളികളുടെ ചോട്ടിലിരുന്ന് ആലോചിച്ചു. മുന്തിരി കിട്ടാൻ ഒരു വഴിയുമില്ലാതായപ്പോൾ കുറുക്കച്ചൻ സ്വയം പറഞ്ഞു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. ഇപ്പോഴാണ് ഒരു കാര്യമോർത്തത്. മുന്തിരി പുളിപ്പല്ലേ. ഈ പുളിപ്പുള്ള മുന്തിരിക്ക് വേണ്ടിയാണല്ലോ ഇത്രയും നേരം കഷ്ടപ്പെട്ടത്. ഇതും പറഞ്ഞ് തിരിഞ്ഞുപോലും നോക്കാതെ നമ്മുടെ കുറുക്കച്ചൻ അവിടെ നിന്നും ഓടിപ്പോയി. ഈ കഥ കേട്ടിട്ട് എന്താണ് മനസ്സിലായത്? നമ്മുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ നല്ലതല്ല എന്ന് ചിന്തിക്കരുത്. എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഈ കഥയിൽ നിന്നാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന പഴഞ്ചൊല്ലും വന്നത്.